ഹായ് ഫ്രണ്ട്സ്, അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചാണ്. കണ്ടോ, ഇത് ഗ്രോത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മളുടെ ഓർക്കിഡ് ചെടികൾ നന്നായിട്ട് തഴച്ച് വളരാനും അതുപോലെ നല്ല പച്ചപ്പിലൊക്കെ വളരാനും ഉള്ള ഒരു ഫെർട്ടിലൈസറാണിത്. കണ്ടോ, ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഇതെങ്ങനെ ഉപയോഗിക്കണം, എന്തോരം ഉപയോഗിക്കണം എന്നെല്ലാം ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം ഇട്ടാൽ മതി. 2 ഗ്രാം നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ഇട്ടാൽ മതി. അത് ഒരു പൊടിയാണ്, അതിടുമ്പോൾ തന്നെ അങ്ങ് മിക്സായി പൊക്കോളും. എന്നിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഞങ്ങൾ 2 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബോക്സ് ഇത് ഗ്രോത്തിനുള്ളതും രണ്ടാമത്തെ ബോക്സ് ഫ്ലവറിങ്ങിനുള്ളതാണ്, പൂക്കൾ ഉണ്ടാകാനായിട്ട്. ചെടി വലുതായി കഴിയുമ്പോൾ അതിനകത്ത് പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടാകുവാനും നല്ല രീതിയിലുള്ള പൂക്കൾ, അതുപോലെ നല്ല ഇതളുകളൊക്കെയുള്ള നല്ല പൂക്കൾ നല്ല സ്മാർട്ടായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണിത്. ഇതിനൊരു യെല്ലോ കളറാണ്, ഗ്രോത്തിന് ഒരു റോസ് കളറാണ്. അപ്പം നിറവ്യത്യാസം ഉണ്ട് രണ്ടിനും. കണ്ടോ, ചെറിയ പൊടി പോലെയുള്ള ഇതാണ്. നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ അത് ലയിച്ചു പൊക്കോളും. വളരെ നല്ല ഒരു ഫെർട്ടിലൈസറാണിത്. പിന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. കണ്ടോ, നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, ഇത് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ബോട്ടിലെടുക്കുക. ബോട്ടിലെടുത്തിട്ട് ഇത് സ്പ്രേയർ, ഇത് ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ച കുപ്പി നമ്മൾക്ക് ഇവിടെ ഉണ്ടായിരുന്നതാണ്. നമുക്ക് ഇതുപോലെ സ്പ്രേയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള കുപ്പിയിലൊക്കെ ഇങ്ങനെ വെച്ച് നമുക്കത് സ്പ്രേ ചെയ്യാൻ പറ്റും. ഇങ്ങനെ 2 കുപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, 2 കുപ്പി എടുത്ത് എന്ന് വെച്ചാൽ 2 ഫ്ലവറിങ്ങിൻ്റെയും ഗ്രോത്തിൻ്റെയും നമ്മൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് 2 കുപ്പി എടുത്തിരിക്കുന്നത്. അതിൻ്റെ നിറവ്യത്യാസമുണ്ട്, എന്നാലും നമ്മൾക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെള്ളം നിറച്ച് കഴിഞ്ഞ് രണ്ടിലും ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഒന്ന് ഗ്രോത്തിൻ്റെയും ഒന്ന് ഫ്ലവറിൻ്റെയും ആണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. നമ്മൾ ചെറിയ ബേബി പ്ലാന്റിനും വളരുന്ന ചെടികൾക്കൊക്കെയാണ് നമ്മൾ ഗ്രോത്ത് കൊടുക്കുന്നത്, അല്ലേ? ഫ്ലവറിങ്ങിന് അത് മാറിപ്പോകരുത്. അങ്ങനെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ച്, കളർ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾക്കത് വെള്ളം നിറച്ച് കഴിയുമ്പോൾ നമുക്കത് കളറിൻ്റെ വ്യത്യാസം നമുക്കത് ശരിക്കും മനസ്സിലാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവും, എന്നാലും നമ്മൾ അത് തെറ്റിപ്പോയാലോ എന്നോർത്താണ് സ്റ്റിക്കർ ഞങ്ങൾ ഒട്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന് 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം, അപ്പം ഞാൻ 2 ലിറ്ററാണ് ഈ കുപ്പിയിൽ വെള്ളം എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 4 ഗ്രാം, 1 ലിറ്ററിന് 2 ഗ്രാം വെച്ച് 2 ലിറ്ററിന് 4 ഗ്രാം ഇട്ട് കൊടുത്തു. ഇത് ഗ്രോത്തിൻ്റെയാണ്. ഉണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുത്ത അത് ഉടനെ വെള്ളത്തിൽ ലയിച്ചു. എന്നിട്ട് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഗ്രോത്തിനുള്ളത് NPK 25-10-15 റേഷ്യോയിലാണ് അതിനകത്തുള്ളത്. അതുപോലെ ഫ്ലവറിലുള്ളത് NPK 8-25-25 റേഷ്യോയിലാണ് അതിനകത്തുള്ളത്. അത് ഇനി ഗ്രോത്തിൻ്റെ നിറച്ചു. ഇനി ഫ്ലവറിങ്ങിൻ്റെയും കൂടി ഞാൻ ഉണ്ടോ ഈ ബോട്ടിൽ നിന്നും അതിനകത്തേക്ക് ഇടുകയാണ്. അതുപോലെ തന്നെ ഒരു സ്പൂൺ, ചെറിയ സ്പൂൺ ആയത് കാരണം 4 ഗ്രാം ഒരു ചെറിയ സ്പൂൺ നിറച്ച് അങ്ങിടുവാണ്. ഉണ്ടോ, നിറവ്യത്യാസം ഉണ്ട്, എന്നാലും നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി സ്റ്റിക്കർ ഒട്ടിച്ചെന്നേ ഉള്ളൂ. നിർബന്ധമില്ല, വേണമെങ്കിൽ ഒട്ടിക്കുക. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. നമുക്ക് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി നാൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ 2 ഗ്രാമല്ലേ 1 ലിറ്ററിന് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 5-6-7 മാസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ ആഴ്ചയിലും ഒരു തവണയെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കുവാൻ നോക്കണം, സ്പ്രേ ചെയ്ത് വെച്ച് കൊടുക്കുവാൻ നോക്കണം. ചെടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ പൂവിടാനും ഫ്ലവറിങ്ങിൻ്റെയും ഒക്കെ നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് നോക്കാം.
ഞാൻ അത് ആദ്യമേ ടവറിലാണ് അടിക്കുന്നത്. ടവറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ നേരത്തെ ഉള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ, ഞങ്ങൾ ടവർ ഉണ്ടാക്കിയത് 4 ടവറാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ? ആ ടവറിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ചെടികളുടെ എല്ലാ ഇലകളിലും അതുപോലെ വേരിലും അതിൻ്റെ സ്റ്റെമ്മിലും ഒക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഉണ്ടോ? ചെറിയ ചെറിയ ചെടികളാണ്. നമ്മൾ ചെറുതാ വെച്ചിരുന്നത്. ഇപ്പം അത് വലുതായിട്ടുണ്ട്, ഒരുമാതിരി വലുതായിട്ടുണ്ട്. കണ്ടോ? ഇത് വെച്ചിട്ടിപ്പം ഒരു ഒരു 3 മാസം ആയില്ല. 2 മാസം കഴിഞ്ഞ് 3 മാസം ആകാൻ പോകുന്നു, അത്രയേ ഉള്ളൂ. ചെടികളൊക്കെ തീരെ ചെറിയ ചെടിയായിരുന്നു. ഇപ്പോൾ അത് ഒരുമാതിരി വലുതായിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ അടിച്ചു കൊടുക്കാറുണ്ട്. വളരെ നല്ലതാണ്. ഓരോ ടവറിലും അന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഓരോ ടവറിലും വ്യത്യസ്ത ചെടികളാണുള്ളത്. അത് നമ്മൾക്ക് പൂവുണ്ടാകുമ്പോഴേ അതിൻ്റെ കളറും വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഓരോ ഡെൻഡ്രോമിയാണ്. ഡെൻഡ്രോമിയം, അതുപോലെ ഡെൻഡ്രോമിയം ഒരു ടവറിൽ ഡെൻഡ്രോമിയം, പിന്നെ ഒരു ടവറിൽ ഡെൻഡ്രോമിയം ബുറാന ജെയ്ഡ്, അതുപോലെ സോണിയ റെഡ്, സോണിയ വൈറ്റ്, സോണിയ റാസ്കൽ, അങ്ങനെ 4 ടൈപ്പ് ചെടികളാണ് നമ്മൾ ഓർക്കിഡ് ചെടികളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ആ തൈകളിലൊക്കെയാണ് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ സ്റ്റിക്കർ വെച്ചിട്ടുണ്ടായിരുന്നു അന്ന്. ഈ ചെടിയുടെ പേര് നമ്മൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഓരോന്നിലും സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. അന്ന് നിങ്ങൾ ഓർക്കിഡ് ടവർ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഞങ്ങൾ ചെറിയൊരു ഷെയ്ഡൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചില സമയത്ത് നല്ല വെയിലാണ്. അപ്പം നല്ല വെയിൽ ഇതിന് പാടില്ല. വെയിൽ കൊള്ളണം, എന്നാലും ഒത്തിരി നല്ല വെയിൽ ഈ ചെടികൾക്ക് അത്ര നല്ലതല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ മേളിൽ മരങ്ങളൊന്നും അധികം ഇല്ലാത്ത കാരണം ആ ചൂട് നന്നായിട്ട് ഇതിനെ കൊള്ളും. അപ്പം അതുകൊണ്ട് ചെറിയൊരു ഷെയ്ഡ്, വെയിൽ നേരെ ഒത്തിരി കിട്ടരുത്, എന്നാൽ കിട്ടുകയും വേണം. ആ ഒരു തരത്തിൽ ചെറിയൊരു ഷെയ്ഡ് ഞങ്ങൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് കിട്ടിയ ചെടികളെല്ലാം ഒരു ടവറിൽ, അന്ന് ഞാൻ പറഞ്ഞു 22 ചെടിയാണ് ഒരു ടവറിലുള്ളത്. വലിയ കുഴപ്പമില്ലാതെ, ഒന്നും നശിക്കാതെ എല്ലാം ഭംഗിയായിട്ട് നിൽക്കുന്നു. ഒന്നും പോയിട്ടില്ല. ഓരോ ടവറിലും 22 ചെടിയാണ് നമ്മൾ വെച്ച് പിടിപ്പിച്ചിരുന്നത്. അതെല്ലാം ഭംഗിയായിട്ട് നിൽക്കുന്നു. ഒന്നിനും ഒരു ക്ഷീണം വന്നിട്ടില്ല. അതിൻ്റെ ഒറ്റ ചെടി പോലും പോയിട്ടില്ല. ഇതുപോലെ നമുക്ക് അടിച്ചു കൊടുക്കാം. അതിൻ്റെ എല്ലാ ഇലകളിലും വേരിലും എല്ലാം. ഇതാണ് നമ്മൾ ടവർ ഉണ്ടാക്കിയാലുള്ള ഗുണം. ഇതാണ്, നമുക്ക് ഒരിടത്ത് തന്നെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഇത്രയും ചട്ടികളുടെ നിരത്തി വെക്കുകയും വേണം, അത്രയും സ്ഥലത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും വേണം. ടവറിലാകുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കുവാനും അതുപോലെ നനയ്ക്കുവാനും അതുപോലെ ഇതുപോലെ മരുന്ന് വളപ്രയോഗത്തിനും ഒക്കെ വളരെ നല്ലതാണ്. കണ്ടോ? ഇങ്ങനെ അങ്ങ് തളിച്ചു കൊടുത്താൽ മതി. ഉണ്ടോ? ഈ ഗ്രോത്തിന്റെ കളർ റോസ് കളറാണ്. കണ്ടോ? റോസ് കളറാണ്. ഞങ്ങളിങ്ങനെയാണ് ഇത് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ വ്യത്യസ്ത രീതിയിലാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്ത് ഞങ്ങളെന്ന് അറിയിക്കണം. അപ്പോൾ ഞങ്ങൾക്കും അത് അനുകരിക്കാമല്ലോ. ഞങ്ങളിങ്ങനെയാണ് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഒച്ചോ കീടങ്ങളോ അങ്ങനെ ഒന്നും ഇതിനകത്തേക്ക് കയറിയിട്ടില്ല. ഇങ്ങനെ ടവർ പോലെ നിൽക്കുന്നത് കൊണ്ട് കീടങ്ങളുടെ ശല്യം, അതുപോലെ വണ്ട്, കീടങ്ങൾ, ഒച്ച് അങ്ങനെയുള്ള ശല്യങ്ങളൊന്നുമില്ല. നേരത്തെ ഞങ്ങൾ കൊട്ടയ്ക്കകത്ത് വെച്ചപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ പുഴുക്കൾ, അതുപോലെ ഒച്ചിൻ്റെയൊക്കെ ഒരു ശല്യം ഉണ്ടായിരുന്നു. ഈ ടവറിലേക്ക് മാറിയ പിന്നെ അങ്ങനത്തെ ഒരു ശല്യം കാണുന്നില്ല. കണ്ടോ? അങ്ങനെ എല്ലാത്തിനും നല്ല രീതിയിൽ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? നമ്മൾ രണ്ട് സൈഡും അടിച്ചു കൊടുക്കണം. അപ്പുറവും ഇപ്പുറവും ഉള്ള എല്ലാ ചെടികൾക്കും നമ്മളുടെ ആ മരുന്ന് ചെല്ലണം.
എന്നാലേ അതിന് ഒരു പച്ചപ്പ്, ഇലകൾക്ക് പച്ചപ്പും അതുപോലെ നല്ല ഉന്മേഷമായിട്ട് വളരത്തുള്ളൂ. നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമ്പോൾ പ്ലാന്റ്സിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുവാണ്. ഇത് കണ്ടോ, ഇത് പൂ വന്ന് കണ്ടോ, ഒരെണ്ണത്തില് പൂ വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ ഇതിന്റെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചരിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൊട്ടയിലാണെങ്കിൽ നമ്മൾ കമ്പോടും ഈ കല്ലും ഒക്കെ അതിന്റെ മേളിൽ വെക്കുമ്പോൾ അതിന്റെ ഈ വേരിലേക്കൊക്കെ ഇത് കയറി ചെല്ലാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിതിങ്ങനെ കവറിൽ വെച്ചേക്കുന്നത് കൊണ്ട് ഇത് വളരെ ഭംഗിയായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും. ഉണ്ടോ, ഇത്രയും 4 ടവറിന് അടിച്ചിട്ട് നമ്മൾ അത്രയേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെ നമുക്ക് ഒത്തിരി പ്രാവശ്യം അടിക്കാൻ പറ്റും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ട്രീ ആണ്, ഓർക്കിഡ് ട്രീ. നമ്മൾ കഴിഞ്ഞ ദിവസം 2 ദിവസമേ ഉള്ളൂ ഉണ്ടാക്കിയിട്ട്. അപ്പം അതുകൊണ്ട് ഇതിന് ഗ്രോത്തിൻ്റെയോ ഫ്ലവറിൻ്റെയോ ഒന്നും അടിക്കരുത്. ഇതിനകത്ത് അടിക്കേണ്ടത് നമ്മൾ അന്ന് അടിച്ചു കൊടുത്ത ഫംഗസൈഡ് തന്നെയാണ്, സാഫ്. അന്നടിച്ച് നമ്മൾ ഫംഗസൈഡ് അടിച്ചിട്ടാണ് നമ്മൾ ട്രീയിലേക്ക് കയറ്റിയത്. അത് തന്നെ ഇപ്പം അടിച്ചു കൊടുത്താൽ മതി. അത് ചെടിക്കൊരു ചെറിയ ഒരു ക്ഷീണമൊക്കെ മാറി ഒന്ന് ചെറിയ ഒരു ഉന്മേഷമൊക്കെ വരുമ്പോൾ മാത്രം നമുക്ക് ഗ്രോത്ത് അടിച്ചു കൊടുത്താൽ മതി. ഫംഗസൈഡ് തന്നെ, സാഫ് തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഉണ്ടോ, എല്ലാം ഭംഗിയായിട്ട് നിൽക്കുന്നു. ഇതിനകത്തുനിന്ന് ഈ ട്രീയിൽ ഒരു 40 എണ്ണം ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. 40 ചെടിയുണ്ട് ഇതിനകത്ത്. അപ്പം എല്ലാത്തിനും നമുക്ക് സാഫ് തന്നെ അടിച്ചു കൊടുക്കാം. ഒരു 2 ആഴ്ച, ഒരു 3 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഗ്രോത്ത് അടിക്കാൻ തുടങ്ങാം ഇതിന്. അപ്പം അതിൻ്റെ ക്ഷീണമൊക്കെ മാറി ഭംഗിയായിട്ട് നിൽക്കും. ഇങ്ങനെ നമുക്ക് അതിൻ്റെ വേരിലും ഇലയിലും ഒക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കണം. എല്ലാ ആഴ്ചയിലും അടിക്കണം നമ്മൾ. ഇത് ഞങ്ങളുടെ മൊക്കാറയാണ്. ഇത് വെച്ചിട്ട് ഒരു 5-6 മാസമായിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഫ്ലവറിങ്ങിൻ്റെത്. അതിൻ്റെ ഒരു യെല്ലോ കളറാണ്. കളറ് വേരിയേഷൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോവും. കണ്ടോ, ഇത് മൊക്കാറയാണ്. ഇത് നന്നായിട്ട് നല്ല രീതിയിൽ പൂവിടും. പൂവിന് നല്ല നീട്ടം ഉണ്ടാകും, അതുപോലെ നല്ല ഇതളുകൾ ഉണ്ടാകും. ഇതും പല കളറാണ്, പല വെറൈറ്റിയാണ്. ഇത് ഗ്രൗണ്ടിൽ വയ്ക്കുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് ട്രീയോ ടവറോ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഗ്രൗണ്ടിൽ വയ്ക്കുന്ന ഒരു ഓർക്കിഡാണ്, അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. കണ്ടോ, എല്ലായിടത്തും അതിന് ഒത്തിരി വേരുണ്ട്. എല്ലാത്തിലും നമ്മൾ ഓരോന്നിലും അടിച്ച് അതിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട്, അഥവാ വല്ല മഞ്ഞപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട്, അത് നല്ല രീതിയിൽ ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല ഫ്ലവർ കിട്ടും. നല്ല ഫ്രഷ്, നല്ല നീട്ടമുള്ള, നല്ല ഇതളുകളുള്ള, നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലവറിൻ്റെ കെമിക്കൽ അടിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ചെടികളെല്ലാം വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നു. കണ്ടോ, കുറേ പൂക്കൾ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളിങ്ങനെ എല്ലാ ആഴ്ചയിലും ആഴ്ചയിൽ ഒരു ദിവസം അടിച്ചു കൊടുക്കാറുണ്ട്. കണ്ടോ, ആദ്യം ഞങ്ങളിത് ബെഡ് പോലെ ഉണ്ടാക്കിയത്. ഒരു ബെഡ് വിരിച്ചിട്ട് അതിലാണ് ഇത് വെച്ചത്. പക്ഷേ അന്നേരം അത്ര സുഖമായിട്ട് തോന്നിയില്ല. പിന്നെ ഞങ്ങളത് മാറ്റി ഇങ്ങനെ കൊട്ടകളിലാക്കി ഇങ്ങനെ വെച്ചു. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നു. ഇപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞ ഒരു സമയമാണ്. ഇനി അടുത്ത പൂക്കൾ ഉണ്ടാകാനായിട്ടാണ് നമ്മൾ ഈ ഫ്ലവറിങ്
ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ എല്ലായിടത്തും അതിൻ്റെ ഇലയുടെ ഭാഗത്തും തണ്ടിൻ്റെ ഭാഗത്തും ആ വേരിൻ്റെ ഭാഗത്തും എല്ലാം നന്നായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം. അല്ലേ, ആ 2 ബോക്സ് നമുക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റും. വലിയ വിലയില്ലല്ലോ, നമുക്കത് വാങ്ങിച്ച് ഇങ്ങനെ ഓർക്കിഡ് ഉള്ളവരെല്ലാവരും ഇങ്ങനെ ചെയ്യണം. ഞങ്ങളിങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ രീതി പോലെയാണോ നിങ്ങൾ ഓർക്കിഡ് ഉള്ളവർ ചെയ്യുന്നത് എന്നറിയത്തില്ല. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക, എന്നാലല്ലേ ഞങ്ങൾക്കും അറിയാൻ സാധിക്കുകയുള്ളൂ. ഇഷ്ടമായോ ഞങ്ങളുടെ വീഡിയോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ.